1930കളിൽ ജനിക്കുകയും പിന്നീട് 1940കളിൽ ഈ വേളൂർ എലിമെന്ററി സ്കൂളിൽ പഠിക്കാൻ വേളൂർ എലിമെന്ററി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് CH മുഹമ്മദ് പോയ കൊയിലാണ്ടി സ്കൂളിൽ പഠിക്കാൻ പോയൊരു സംഭവം. കൊയിലാണ്ടി സ്കൂളിൽ പോവാൻ അദ്ദേഹത്തിന് പൈസ ഇല്ല, സ്കോളർഷിപ്പ് കിട്ടി പഠിക്കണം. CH മുഹമ്മദ് പോയ വേളൂർ എലിമെന്ററി സ്കൂളിൽ പഠിക്കുന്ന കൂട്ടുകാരോടൊപ്പം അന്ന് ബാഫക്കി തങ്ങളെ കാണാൻ പോയി. ബാഫക്കി തങ്ങൾ കുറച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു പോയതാണ്. ബാഫക്കി തങ്ങൾ പറഞ്ഞു, 14 പേരെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങളെ ഞാൻ അതിൽ ഉൾപ്പെടുത്താം, നിങ്ങളുടെ അറബിക് അധ്യാപകരുടെ കയ്യിൽ ഞാൻ പണം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബാഫക്കി തങ്ങളുടെ പിന്തുണയാൽ സ്കോളർഷിപ്പോടുകൂടി CH മുഹമ്മദ് പോയ കൊയിലാണ്ടി സ്കൂളിൽ ചേർന്നു. വീട്ടിൽ വന്നിട്ട് ഉമ്മാനോട് പറയാണ്, ഉമ്മ ഞാൻ സ്കൂളിൽ ചേർന്നു എന്ന് പറയുന്ന കുട്ടി. ഉമ്മ പറയാണ്, വാപ്പാനോടൊന്ന് പറഞ്ഞേക്കേ. വാപ്പാന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, വാപ്പ ഞാൻ സ്കൂളിൽ ചേർന്നു. വാപ്പ മകനെ അടിക്കാണ്. എന്തിനാന്നറിയോ? സ്കൂളിൽ ചേർന്നതിന് മാത്രമല്ല, ഈ പണിക്ക് പോകേണ്ട കാലത്ത് നിന്നോട് ആര് പറഞ്ഞു സ്കൂളിൽ ചേരാൻ? രണ്ടാമത് എന്താണെന്നറിയോ? നിനക്കാരാടാ സ്കൂളിൽ പോകുമ്പോ ശീലക്കുട വാങ്ങിച്ചു തരാൻ? ശീലക്കുട വാങ്ങിച്ചു കൊടുക്കാൻ പൈസ ഇല്ലാത്ത വാപ്പാന്റെ മകൻ ഞാൻ ഓലക്കുട ചൂടി സ്കൂളിലേക്ക് പോയിക്കോളാമെന്ന് വാപ്പാനോട് പറയുന്ന കുട്ടി. ആ കുട്ടിയാണ് കൊയിലാണ്ടി സ്കൂളിൽ പോയി പഠിച്ചത്. കൊയിലാണ്ടി സ്കൂളിൽ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണെന്നറിയോ? വാപ്പാനോട് ഉമ്മ കേണപേക്ഷിച്ചിട്ടാണ്. ഒരു കൊല്ലല്ലേ പഠിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. കൊയിലാണ്ടി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് MSFന്റെ മലബാർ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയായി. അതിനു മുമ്പേ കൊയിലാണ്ടി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് MSFന്റെ വാർഡ് കമ്മിറ്റിയുടെ ഭാരവാഹിയും പിന്നീട് സാമൂതിരി കോളേജിൽ, ഇന്നത്തെ ഗുരുവായൂരപ്പൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് MSFന്റെ മലബാർ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായി. ഇങ്ങനെ മലബാർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുസ്ലിം നേതാവ് നവാബ് സദാ ലിയാഖത്ത് അലി ഖാൻ അദ്ദേഹം കോഴിക്കോട് ഒരു പരിപാടിക്ക് വന്നു. നവാബ് സദാ ലിയാഖത്ത് അലി ഖാൻ കോഴിക്കോട് വന്ന സമയത്ത് അദ്ദേഹത്തിനൊരു സ്വീകരണം നൽകി. അദ്ദേഹത്തിന് സ്വീകരണം നൽകിയപ്പോ MSF ആരെങ്കിലും അദ്ദേഹത്തിന് അനുമോദിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോ MSFന്റെ അന്നത്തെ പ്രസിഡന്റ് ഹസൻ റിസാ സാഹിബ് പറഞ്ഞു, ഞങ്ങളെ പ്രതിനിധീകരിച്ച് CH മുഹമ്മദ് പോയ സംസാരിച്ചോട്ടെ എന്ന്. CHന്റെ പ്രസംഗം കേട്ടിട്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ മുസ്ലിം നേതാവ് സദാ ലിയാഖത്ത് അലി ഖാൻ, അദ്ദേഹം പിന്നീട് പാകിസ്ഥാനും ഇന്ത്യയും രണ്ടായപ്പോ പാകിസ്ഥാന്റെ പ്രഥമ പ്രധാനമന്ത്രിയായ മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയോ? ഈ കുട്ടീനെ ഞാൻ എന്റെ കൂടെ കൊണ്ടുപോവാണ്, ഞാൻ അലിഗറിലൊക്കെ ചേർത്ത് പഠിപ്പിച്ചോളാം. ആ കുട്ടിയാണ് പിന്നീട് സത്താർ സേട്ടു സാഹിബും ബാഫക്കി തങ്ങളും അറക്കൽ അബ്ദുറഹ്മാൻ അലി രാജയും ഒക്കെ ഈ കുട്ടി എങ്ങനെ കണ്ടിട്ട്, ഈ കുട്ടിയുടെ പ്രസംഗം കേട്ടിട്ട് ഈ കുട്ടി വലിയ ഭാവിയുള്ള കുട്ടിയാണെന്ന് പരസ്പരം സംസാരിച്ച കാലം. CHന്റെ വാപ്പതൊന്നും അറിയണില്ല. ലീഗിന്റെ വലിയൊരു സമ്മേളനം കൊയിലാണ്ടിയിൽ നടക്കുകയാണ് 1946. 1946 സമ്മേളനത്തിൽ അഭിവന്ദനായ CH മുഹമ്മദ് കോയ സാഹിബിന്റെ പിതാവ് കോയോട്ടിയാക്കാന്ന് നാട്ടുകാരൊക്കെ വിളിക്കുന്ന പയ്യമ്പുരത്തിൽ ആലി മുസ്ലിയാർ ഈ പരിപാടി കാണാൻ പോയതാണ്. പരിപാടി കാണാൻ പോയപ്പോ സദസ്സിൽ ബാഫക്കി തങ്ങളുണ്ട്. ബാഫക്കി തങ്ങൾ എന്ന് പറഞ്ഞാൽ തലയെക്കെട്ടും കോട്ടക്കെട്ടും നിന്നാൽ ആ തങ്ങളുടെ പ്രൗഢി വല്ലാത്തൊരു പ്രൗഢിയാണ്.